നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കിട്ടുമ്പോ മക്കളും അച്ഛനും അമ്മയും എല്ലാം എത്ര ഫോൺ ഉപയോഗിച്ചാലും, എത്ര ലാപ്ടോപ്പ് ഉപയോഗിച്ചാലും, എത്ര ഐപാഡ് ഉപയോഗിച്ചാലും ഒറ്റ ബില്ലേ വരൂ, നമ്മളെല്ലാവരും കെ ഫോണിലേക്ക് മാറും. അതായത് എല്ലാ വീട്ടിലും അതിവേഗതയുള്ള, ഈ രാജ്യത്ത് ഏറ്റവും വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും കെ ഫോണിലേക്ക് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഐഡിയയുടെ ടവറുകൾ വെറുതെയാവും. അതുപോലെ വോഡാഫോണിന്റെ ടവറുകൾ, എയർടെലിന്റെ ടവറുകൾ, അവരുടെ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ഓഫീസുകൾ അതൊന്നും പ്രവർത്തനരഹിതമാകേണ്ടി വരും. കാരണം കസ്റ്റമേഴ്സ് ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ കോർപ്പറേറ്റുകളെല്ലാം ആലോചിക്കുകയാണ്, ഈ കെ ഫോൺ വന്ന ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കെ ഫോണിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പണി നിർത്തി പോകേണ്ടി വരും. അതുകൊണ്ട് ബദൽ മാർഗം സ്വീകരിക്കണം. എന്താണ് ബദൽ? ഈ കെ ഫോൺ നടപ്പാക്കി. നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോയിൽ ചാനലിലൊക്കെ വന്നിരുന്ന് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും CPM-ന് വേണ്ടിയിട്ട് തള്ളിമറിക്കുന്ന, ക്യാപ്സൂൾ വിതറുന്ന അരുൺകുമാർ എന്ന വ്യക്തിയുടെ വാചകമടികളാണ് കേട്ടത്. തള്ളിമറിക്കൽ എന്ന് പച്ച മലയാളത്തിൽ പറയും. ഈ മനുഷ്യൻ തൃക്കാക്കരയിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആവേണ്ടിയിരുന്ന മനുഷ്യരായിരുന്നു. അന്നേരമാണ് പാവം പിടിച്ച ഒരു ജോസഫ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ കിട്ടുകയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ചെയ്തത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈ വ്യക്തി ആരാണെന്ന്. ഇതാണ് അരുൺകുമാർ. ഈ കെ ഫോൺ എന്ന സംഗതിയെപ്പറ്റി എന്ത് ധാരണയുണ്ടായിട്ടാണോ എന്തോ ഈ അരുൺകുമാർ ഈ പൊതുവേദിയിൽ നിന്ന് തള്ളിമറിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. കെ ഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കെ ഫോണിലേക്ക് മാറുമെന്നും, BSNലും ഐഡിയയും വോഡാഫോണും ജിയോയും അതിൻ്റെ എല്ലാം പൂട്ടിപ്പോണ്ട് വരുന്നു, അവരുടെ ടവറുകൾ പോലും ഉപയോഗശൂന്യമായി പോയി, അവർക്കൊക്കെ നാട് വിടേണ്ടി വരുമെന്ന തരത്തിലാണ് ഈ പ്രസംഗിച്ച് തള്ളി മറിച്ച് വെച്ചത്. സ്വന്തമായിട്ട് ഇവിടെ എന്തോ കേരള സർക്കാർ സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് ഈ തള്ളി മറിച്ച് വെച്ചത്. ഇതെങ്ങനെയാണ് ഈ കെ ഫോൺ, ഇവർ ഈ പറയുന്ന പേരിട്ട് വിളിക്കുന്ന കെ ഫോൺ ശരിയാക്കുന്നതെന്നോ അത് ആരാണത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതിനെപ്പറ്റി പോലും യാതൊരു ധാരണയുമില്ലാതാണ് ഈ മനുഷ്യൻ നിന്ന് തള്ളിമറിച്ചതെന്ന് ഓർക്കണം. ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെ ഫോൺ പാതി വഴിയിലിട്ടിട്ട് അതിൻ്റെ കരാറെടുത്ത കമ്പനികൾ പിന്മാറുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അത് ഈ ഇലക്ഷൻ സമയത്ത് കെ ഫോൺ എന്താണെന്ന് അറിയാതെ തന്നെയാണ് അവിടുത്തെ നേതാക്കളും അണികളും അടക്കം ഉള്ളവർ ഇതുപോലെ തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. കെ ഫോൺ വന്നു കഴിഞ്ഞാൽ BSNൽ പൂട്ടിപ്പോവും, ഐഡിയ പൂട്ടിപ്പോവും, എയർടെൽ പൂട്ടിപ്പോവും, ജിയോ പൂട്ടിപ്പോവും, വോഡാഫോൺ പൂട്ടിപ്പോവും എന്ന് പറഞ്ഞത് തള്ളി മറിച്ചാണ് വെച്ചത്. അതായത് കേന്ദ്രം വിചാരിച്ചാൽ പോലും ഇനി ഇൻ്റർനെറ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല. കേരളത്തിലുള്ളവർക്ക് ഫ്രീ ആയിട്ട്, അതായത് 20 ലക്ഷത്തോളം BPL കുടുംബങ്ങൾക്ക് ഫ്രീ ആയിട്ട് കണക്ഷൻ കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആദ്യത്തെ ഘട്ടമായിട്ടുള്ള 7000 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. മറ്റ് സാമ്പത്തിക കാരണങ്ങൾ കൂടിയുണ്ട് ഈ കരാറെടുത്ത കമ്പനികൾ പിൻവാങ്ങുന്നതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇവർ ഏത് പരിപാടിയാണെങ്കിലും ഈ ഇടതുപക്ഷ സർക്കാർ, പിണറായി നയിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാർ കെ എന്നൊരു പേരിട്ട് എന്തെങ്കിലും പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് കള്ള പദ്ധതിയായിരിക്കും, അത് പൊളിയാനുള്ള പദ്ധതിയായിരിക്കും, അത് പൊളിഞ്ഞിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളയിലാവട്ടെ, കെ ഫോൺ ആവട്ടെ, കോക്കോണിക്സ് ആവട്ടെ, അതുപോലെ ഈ കെ ഇട്ട് എന്ത് കൊണ്ടുവന്നാലും ശരി. ഇനിയിപ്പോൾ കെ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സംഗതിയായിട്ട് കെ റൈസ് എന്ന് പറഞ്ഞൊരു സാധനം വന്ന് എത്ര പേർക്ക് ഈ കെ റൈസ് കിട്ടിയെന്നറിയില്ല, ഇപ്പോൾ അത് ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ഇവർ കെ അതിന് മുന്നിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് യാതൊരു മുൻവിധിയും ഇല്ലാതെ തന്നെ നമുക്ക് അത് വിധി എഴുതാൻ പറ്റും. അത് പൊളിയും, പൊളിഞ്ഞിരിക്കും, പൊളിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.